നമസ്കാരം, ഞാൻ ഉദയൻ കലാനികേതൻ. എന്നും വ്യത്യസ്തരായ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന കലാനികേതൻ്റെ യാത്രയിൽ ഇന്ന് ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുന്നത് കഥകളി എന്ന ക്ലാസിക് കലയുടെ കലാലോകത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകിയ വേറിട്ട വ്യക്തിത്വം. ദമയന്തിയും ഉർവശിയും ദേവയാനിയും അങ്ങനെ എണ്ണമറ്റ സ്ത്രീ കഥാപാത്രങ്ങൾ അരങ്ങിൽ ആടിത്തീർത്ത ശ്രീ മാർഗി വിജയകുമാർ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. നിറഞ്ഞ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സാർ, സ്വാഗതം. നമസ്കാരം. സാറ്, കഥകളി എന്ന ക്ലാസിക്കൽ കലയ്ക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു സാറ് തന്നെയാണ് അതിന് കൂടുതൽ പറയാൻ പറ്റിയ ഒരാളെന്ന് തോന്നുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കഥകളിലൂടെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? കഥകളിയെക്കുറിച്ച് ആദ്യം തന്നെ കഥകളിയെക്കുറിച്ച് പറയാൻ ഏറ്റവും പറ്റിയ ആൾ ഞാൻ എന്ന് പറഞ്ഞതിൽ തന്നെ മിസ്റ്റേക്കുണ്ട്. കാരണം ഞാൻ കഥകളിയുടെ ഒരു കലാകാരൻ തന്നെയാണ്. പക്ഷെ എന്നേക്കാൾ ഉന്നതിയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും കഥകളിയെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരാൾ, ഏറ്റവും പറ്റുന്ന ഒരാൾ എന്നല്ല, എന്തെങ്കിലും പറയാൻ പറ്റുന്ന ഒരാൾ. സാറിൻ്റെ അനുഭവത്തിലുള്ള കാര്യം. അതെ അതെ അതെ, അത് അങ്ങനെയുള്ളൂ. അപ്പോൾ ഞാൻ കഥകളിയാണ് എൻ്റെ ജീവിതം. 1975 മുതലാണ് ഞാനൊരു സ്ഥിരം കഥകളിക്കാരനാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ മേഖലയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് 70 ഞാൻ കഥകളി പഠിക്കാൻ ഒരു ശ്രമം നടത്തി. അതൊരു വളരെ കുറച്ച് ദിവസം, ഒരു 10 ദിവസം കൊണ്ടൊക്കെ നിന്ന കാര്യമാണ്. സ്കൂൾ പഠിക്കുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. പിന്നെ 10ാം ക്ലാസ്സിന് ശേഷമാണ് ഇതാണ് എൻ്റെ മേഖല എന്നുള്ള വിശ്വാസത്തിലേക്ക് ഇതിലേക്ക് വരുന്നത് 75 മുതലാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു 50 കൊല്ലത്തിനടുത്ത് പഴക്കം, 50 കൊല്ലത്തിനടുത്ത ഒരു പഴക്കം ഈ കലയുമായിട്ട് ഉണ്ട്. പിന്നെ ഞാനൊരു ഈ രംഗത്ത് ഒരു സ്ത്രീവേഷക്കാരൻ, പ്രധാനമായും സ്ത്രീവേഷക്കാരൻ എന്നുള്ളതാണ് എന്നെ അറിയപ്പെടുന്നത്. സാറേ, അതേപോലെ സാറിൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു സാറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായ ഒരു മഹാപ്രതിഭയായിരുന്നു കലാമണ്ഡലം കൃഷ്ണൻ നായർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ സാറിന് ഉണ്ടാവും, ഒരുപാട് അനുഭവങ്ങൾ. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം സാറേ. ഞാൻ 75-ലാണ് മാർഗി എന്ന് പറയുന്ന സ്ഥാപനം കഥകളി തിരുവനന്തപുരത്ത്. അത് 74 ആണ്. 74 അവസാനമാണ് കഥകളി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാർഗി സംഘടനത്തിന് മുമ്പുണ്ടായി. ഒരു കലാത്തിൻ്റെ അവതരണം മാത്രമാണ് മാർഗി. 74 അവസാനമാണ് ഇത് കഥകളി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാകണമെന്ന് തീരുമാനിച്ച് രൂപീകരിക്കുന്നത്. അത് തിരുവനന്തപുരത്തെ വലിയ ഉന്നതന്മാരായിരിക്കുന്ന കലാ ആസ്വാദകർ അന്ന് വെച്ച് അച്യുതമേനോൻ മുഖ്യമന്ത്രിയാണ്. ആ സമയത്ത് അച്യുതമേനോനൊക്കെ താല്പര്യമുള്ളതാണ് ഈ കഥകളി എന്ന കലയോടൊക്കെ. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പിന്തുണയോടുകൂടി ഡി അപ്പുക്കുട്ടൻ നായർ എന്ന് പറയുന്ന ചീഫ് എഞ്ചിനീയർ, അദ്ദേഹമാണ് ഇതിൻ്റെ മുൻകൈ എടുത്ത് തുടങ്ങിയത്. അതുപോലെ വേറെ ഉണ്ട്, ടി എൻ ഭട്ടതിരിപ്പാട്, പി രാമയ്യർ സാറ്, അങ്ങനെ ഒരുപാട് പേര് ചേർന്നൊരു ആണ് ഈ മാർഗി എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാക്കുന്നത്. അപ്പോൾ 75 ഞാനും ചെന്ന് അവിടെ ചേരുകയാണ് കഥകളി പഠിക്കാനായിട്ട്. പിന്നെ അവിടെയാണ് എൻ്റെ താമസവും ഭക്ഷണവും പഠിത്തവും. വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെ? അവധി ദിവസങ്ങൾ ശനി ഞായറും ആണ് അവധി. ആ സമയത്ത് എല്ലാ ആഴ്ചയിലൊന്നും വരില്ല, മാസത്തിൽ 1-2 തവണ വരും. അങ്ങനെ അവിടെയായിരുന്നു. 80 5 കൊല്ലം കഴിഞ്ഞ് 80 കൃഷ്ണനായരാശാൻ, കലാമണ്ഡലം പത്മശ്രീ കലാമണ്ഡലം കൃഷ്ണനായരാശാൻ അധ്യാപകനായിട്ട് വരികയാണ് അവിടെ. അപ്പോൾ ഈ 5 കൊല്ലം പഠിച്ച കാര്യങ്ങൾ, എന്നിലേക്ക് പ്രവേശിച്ച കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്ന് വളരെ വളരെ ഉന്നതമായ അവസ്ഥയിലേക്ക് ഈ കലയിലെ കഥാപാത്രങ്ങളെ, എനിക്ക് ഇണങ്ങുന്ന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള
ഒരു 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 പ്രാക്ടീസ്. അല്ല, അദ്ദേഹം അല്ലേ തിരിച്ചറിഞ്ഞു സാറിന് ഇങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു? അത് അങ്ങനെ ഞാനൊരു ആവശ്യക്കാരനായിരുന്നു. അതെ, നമ്മൾ ആവശ്യക്കാരനാണെങ്കിൽ മാത്രമേ നമുക്കത് തരുക. ഏതും അതെ, നമ്മൾ ആവശ്യക്കാരനാണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ആ തിരിച്ചറിവ് ഉണ്ടായി. ഇത് ഭംഗിയാവണം, അല്ലെങ്കിൽ ഇത് എത്രമാത്രം ഭംഗിയാക്കാൻ പറ്റും അത്രയും ഭംഗിയാക്കണം എന്ന ഒരു ബോധവും എനിക്ക് ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഇതൊക്കെ പഠിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചാരമായിരുന്നു പ്രോഗ്രാം സ്ഥലങ്ങളിലും മറ്റ് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം, അദ്ദേഹം തൃപ്പൂണിത്തുറയാണ് താമസം. ഇവിടെ വരുമ്പോൾ മാർഗയിൽ വരുമ്പം ട്രെയിനിൽ ആണെങ്കിൽ ട്രെയിനിൽ വന്നിറങ്ങി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് മാർഗയിൽ പോകുക, അദ്ദേഹത്തിൻ്റെ ഭക്ഷണ കാര്യങ്ങളെല്ലാം ഒരുക്കുക. അങ്ങനെയുള്ള സന്തതമായ സഹചാരിയായിട്ട് തന്നെ ആ കാലം മുതൽ നിന്നിട്ടുണ്ട്. അങ്ങനെ അതിൻ്റേതായ ഒരു ഗുണം ഉണ്ട് ഈ കലയിൽ വേഷം ചെയ്യുന്നതിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ രംഭയായാലും ഉർവശി അല്ലെങ്കിൽ ദേവയാനി ആയാലും അങ്ങനെ എണ്ണമറ്റ സ്ത്രീ കഥാപാത്രങ്ങൾ അരങ്ങിൽ ആടിത്തീർത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് താങ്കൾ. ആ ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു പുരുഷ കഥാപാത്രത്തിലേക്ക് മാറുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ വ്യത്യസ്തമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ? ഇതൊരു മനസ്സാണ്. ഇപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങളെ ചെയ്യുമ്പോൾ അതിൽ വേണ്ടത് ലാസ്യമാണ്. അത് നമ്മുടെ നമ്മുടെ ശരീരം അതിന് പാകമാകണം, അതിന് പാകത്തിനാകണം. അപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെ ദമയന്തി എന്ന കഥാപാത്രവും സീത എന്ന കഥാപാത്രവും ചെയ്യുന്ന ഒരു ലാളിത്യവും ലാസ്യവും വേണ്ട. ചിലപ്പോൾ ഒരു രാക്ഷസി വേഷങ്ങൾ, അതായത് ഒരു പൂതനയോ അല്ലെങ്കിൽ ശൂർപ്പണഖ പോലെയുള്ള അൽസംഹിക, നക്രമുടി എന്ന് പറയുന്ന രാക്ഷസിമാർ സുന്ദരിയാവുന്ന ഭീമമായ വേഷങ്ങളുണ്ട്. രാക്ഷസിമാർ സുന്ദരിയാവുന്ന. അപ്പം അതിന് ആ വേഷങ്ങൾക്ക് എടുക്കുന്ന പോലെ ആകരുത് ദമയന്തി പോലെയുള്ള അടക്കവും ഒതുക്കവുമുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ. അപ്പം അത് നമ്മുടെ ഈ പഴക്കം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ പോലും നമ്മുടെ പഴക്കം കൊണ്ടത് അങ്ങനെ ആയി മാറും, കടന്നു വന്ന ഓരോ പ്രവർത്തനം. പിന്നെ പുരുഷവേഷങ്ങളാകുമ്പോൾ ഈ ലാസ്യമല്ല, അതിന് കുറച്ചുകൂടി സ്വതന്ത്രമായ ഭാവത്തിലും നമ്മുടെ ആക്ഷനിലും നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങളിലും എല്ലാം വ്യത്യാസമാണ്. ഹാസ്യഭാവം സാറായാലും ചെയ്യുന്നുണ്ട് അല്ലേ? ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്യും. അങ്ങനെ ഹാസ്യ കഥാപാത്രങ്ങൾ ഹാസ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കഥാപാത്രം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അതൊരു സ്പാനിഷ് നോവലാണ്. അത് ഡോൺ കിക്സോട്ട് എന്നാണ് അതിൻ്റെ നോവലിൻ്റെ പേര്. അത് 400 വർഷത്തിലേറെ പഴക്കമുള്ള സ്പെയിനിലെ ഒരു നോവലാണ്. സെർവാൻറ്റീസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, നമ്മളിവിടെ കുമാരനാശാനിയെ പോലെയുള്ള മഹാകവികളെ നമ്മൾ വാഴ്ത്തുന്ന മാതിരി ഒരു പക്ഷേ അതിനേക്കാൾ വാഴ്ത്തുണ്ടാവാം സ്പെയിനിൽ. അപ്പോൾ അതിൻ്റെ ഈ സെർവാൻറ്റീസ് എന്ന് പറയുന്ന അദ്ദേഹം 400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നോവൽ എഴുതി, ഡോൺ കിക്സോട്ട് എന്ന വലിയ നോവലാണ്. അപ്പോൾ അതിന് 2016 സ്പെയിനിൽ നിന്ന് ഈ നോവലുമായി മാർഗിയിലെത്തി അതിനെ കഥകളിയായി അവിടെ അവതരിപ്പിക്കണം എന്ന ഉദ്ദേശത്തിലാണ് അവർ വരുന്നത്. അത് മാർഗിയിൽ വന്ന് മാർഗിയുടെ സെക്രട്ടറി നേരത്തെ കളക്ടറായിരുന്നു എസ് ശ്രീനിവാസൻ IAS, അദ്ദേഹത്തിനെയും ഒക്കെ കണ്ട്, പിന്നെ ഡോക്ടർ പി വേണുഗോപാലൻ മാർഗിയുടെ വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹം വളരെ കഥകളിയെക്കുറിച്ചും മലയാള ഭാഷയെക്കുറിച്ചും സംസ്കൃതത്തെക്കുറിച്ചൊക്കെ പാണ്ഡിത്യമുള്ളതാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ വലിയ നോവലിനെ മുഴുവൻ വായിച്ചെടുത്ത് അതിൽ കഥകളിക്ക് ഇണങ്ങുന്ന ഭാഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് അദ്ദേഹം അതിനെ ഒരു ആട്ടക്കഥയാക്കി എഴുതി. ഇതിൽ കാറ്റാടി യന്ത്രം കണ്ടിട്ടില്ലേ? വലിയ പൊക്കത്തിൽ ഇങ്ങനെ കറങ്ങുന്ന ഈ എനിക്ക് തോന്നുന്നത് ഇത് തമിഴ്നാട്ടിലെ കണ്ടു. എനിക്ക് തോന്നുന്നു കറണ്ട് ഉൽപാദനത്തിൻ്റെ എന്തെങ്കിലും അങ്ങനെയുള്ള
ആ കഥാപാത്രമുണ്ട് ഇതിൽ. ഓ ഈ കഥാപാത്രം ഇതിനെ കഥകളിയിലെ ചുമന്ന താടി വേഷം താടിയാക്കിയിട്ട് ആ കാറ്റാടി യന്ത്രത്തിനെ ചുമന്ന താടി വേഷമാക്കി രൂപകൽപ്പന ചെയ്തുകൊണ്ട് ഒക്കെയാണ് ഈ ആട്ടക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിനകത്തെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്ന ഒരു വലിയ സാധാരണ കഥകളിയുടെ സങ്കല്പത്തിനനുസരിച്ചൊക്കെ വളരെ വ്യത്യസ്തമായ ആണ്. ഒരു സാധാരണക്കാരനായിരിക്കുന്ന കിഷാനോ എന്ന് പറയുന്ന വളരെ സാധാരണക്കാരനായിരിക്കുന്ന ഒരാൾ ചെറിയ ഈ പുസ്തകങ്ങൾ വായനയാണ് അയാളുടെ പ്രധാന ഹോബി. ആ പുസ്തകങ്ങളെന്ന് പറയുന്നത് വായിച്ചതെല്ലാം ഈ പ്രേത കഥകളും ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള കഥകളൊക്കെ കഥകളൊക്കെ വായിച്ച് ഇയാൾക്ക് ചെറിയ ഒരു മെൻ്റൽ പ്രോബ്ലം ഈ കഥാപാത്രത്തിനുണ്ട്. ഇയാൾ വിചാരിക്കുകയാണ് ആൾക്കാർ ഇവിടെ ജനങ്ങളെ വളരെ നാട് മുഴുവൻ ലോകം മുഴുവൻ ആൾക്കാരെ ഉപദ്രവിക്കുകയാണ്, അതുകൊണ്ട് ഒരു മാടമ്പിയായിട്ട് ഇറങ്ങി ജനരക്ഷ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആള് അങ്ങനെ തയ്യാറായി ഇറങ്ങുന്നത് പിന്നെ കഥകളി വേഷമാണ്. ഇയാളുടെ സങ്കല്പമാണ്. ഇയാളെ കൊണ്ടൊന്നും കഴിയുന്നവനല്ല. പക്ഷെ ഇയാൾക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അയാളുടെ മെൻ്റൽ പ്രോബ്ലമാണത്. ഇത് എന്നെ കൊണ്ട് സാധിക്കും എന്ന് കരുതിയിട്ട് പിന്നെ അങ്ങനെ ആയി ഇയാൾ ഒരുങ്ങി ഇറങ്ങും. പിന്നെ കഥകളി വേഷത്തിലാണ് പിന്നെ അരങ്ങത്തേക്ക് കാണുന്നത്. ഇയാളുടെ സങ്കല്പമാണ്, ഇയാളുടെ ചിന്തകളാണ് ഇങ്ങനെ ആയി സാധാരണപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇയാളെ കൂടെ ഒരു സഹായിയാണ് ഈ സാൻചോ എന്ന് പറയുന്ന കഥ. അതാണ് ഞാൻ ചെയ്തത്. ഇയാൾ ഒരു കൃഷിക്കാരനാണ്. അപ്പോൾ അയാൾ പറയുന്നത് മറ്റയാൾ ഈ മെയിൻ പ്രധാന കഥാപാത്രം അയാളോട് പറയുന്നത് നമുക്കിവിടെ ജനങ്ങളെ രക്ഷിക്കേണ്ടതായിട്ടുണ്ട്, രാജ്യം നിനക്ക് അപ്പോൾ എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറയുമ്പോൾ നിനക്ക് രാജ്യം നമുക്ക് പിടിച്ചടക്കിയിട്ട് ആ രാജ്യം നിനക്ക് തരാം എന്ന് പറയുമ്പോൾ ഇയാൾ ഉത്സാഹിച്ചൊക്കെ ഇറങ്ങുകയാണ്. അങ്ങനെ അവസാനം ഇയാൾ മരിക്കുന്നതൊക്കെയാണ്. സാറ് അതേപോലെ സാറ് മാർഗിയിൽ സാറെ വിദ്യാർത്ഥിയായിരുന്നു, അതോടൊപ്പം അധ്യാപകനായിരുന്നു. ആ വിദ്യാർത്ഥി എന്ന അധ്യാപകനോട് മാറുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടിയൊക്കെ സാറിന് എങ്ങനെയാണ് അത് എത്രത്തോളം കുട്ടിയൊക്കെ അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? കാര്യം സാർ അവിടെ അധ്യാപകനോട് നേരിട്ട് വന്നതല്ല, വിദ്യാർത്ഥിയായി ആദ്യം ചെന്ന് ചേർന്നു, പഠിത്തം കഴിഞ്ഞ് അധ്യാപകനായിട്ട് തുടങ്ങി. അപ്പോൾ ആ കാലം മുതലേ അവിടെ വന്നു ചേരുന്നവർക്ക് ആ കാലം മുതലേ എൻ്റെ തുടക്കം മുതലേ ഉള്ള എല്ലാവർക്കും അറിയാം. പിന്നെ വന്നു ചേരുന്ന വിദ്യാർത്ഥികൾ. അപ്പോൾ അവിടുത്തെ എല്ലാ അനുഭവങ്ങളും എല്ലാ ജീവിതവും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ കുട്ടികൾക്കും വരുന്ന പഠിക്കുന്ന അവിടെ വരുന്ന കലാകാരന്മാർക്കും എല്ലാം പരസ്പരം എല്ലാവരോടും സ്നേഹവും ബഹുമാനവും തന്നെയാണ്. അതുകൊണ്ട് സാറേ മലയാളത്തിൻ്റെ ഒരു മഹാ നടനാണ് നമ്മളെ ലാലേട്ടൻ മോഹൻലാൽ. അദ്ദേഹത്തോടൊപ്പം വാനപ്രസ്ഥം എന്ന സിനിമയ്ക്ക് താങ്കൾ ഒരു ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു അനുഭവം കൂടി ഒന്ന് പങ്കുവച്ചു. അത് വാനപ്രസ്ഥം ഒരു കഥകളി കലാകാരൻ്റെ ജീവിതമാണ് വാനപ്രസ്ഥമാക്കിയ സിനിമ ഷാജി എൻ കരുൺ എംപില്ല മരിച്ചുപോയി അദ്ദേഹം ആക്കുന്നത്. അപ്പോൾ അത് കുഞ്ഞുകുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് മോഹൻലാലിൻ്റെ കഥാപാത്രം. കഥകളിക്കാർ ഒരുപാട് പേര് ഒവിയാശാൻ ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പം ഞാനതിനകത്ത് വലിയ കാര്യമായ ഭാഗമൊന്നും ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് ഈ കുഞ്ഞുകുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം സുഭദ്രാഹരണം എന്ന ആട്ടക്കഥ സുഹാസിനി ചെയ്യുന്ന അവർ തമ്പുരാട്ടിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. കോവിലകത്തെ തമ്പുരാട്ടിയായിട്ടാണ്. അവർ സാഹിത്യ ബന്ധമുള്ള ഒരു തമ്പുരാട്ടിയാണ്. അവർ ആട്ടക്കഥ എഴുതിയ സുഭദ്രാഹരണം. അതിൽ അർജുനൻ ആണ് മോഹൻലാൽ എന്ന് പറയുന്ന കുഞ്ഞുകുട്ടൻ കഥ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആ ഒരു കഥകളി പ്രോഗ്രാമിൽ ഞാനൊരു കഥകളി വേഷം സ്ത്രീവേഷം കെട്ടി സുഭദ്രയായിട്ട് നിൽക്കുന്ന ഒരു സീനാണ്. അത് കുറച്ച് സമയമുണ്ട് ആ സിനിമയിൽ, വളരെ കുറച്ചാണ്. അത് കഴിഞ്ഞ് ഈ സുഹാസിനി ഈ കളി കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ ചിന്തയാണ് ഈ സ്ത്രീ കഥാപാത്രം. അവരുടെ ചിന്തയിലേക്ക് അവർ നമുക്കങ്ങനെയാണല്ലോ, നമ്മൾ അവരായി എന്ന ചിന്തയാണ്. അപ്പോൾ അവരിൽ നിന്ന് അപ്പോൾ ഞാനിങ്ങനെ മാറുകയും ഞാൻ താഴോട്ട് താഴുകയും താഴെ ഇരിക്കുന്ന അവർ കഥകളി വേഷത്തിൽ മേപ്പോട്ട് വരികയും പിന്നെ അവരാവുകയും ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള സീനാണ്. പിന്നെ ഇതിനകത്തൊരു പൂതനാമോഷത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. അത് മോഹൻലാൽ ചെയ്തിരിക്കുന്ന ആ സീനിലുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച്, മറ്റേ കുതിരമാളികയിലായിരുന്നു ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു.
അതിങ്ങനെ ചെയ്യുന്നത് വളരെ കുറച്ച് ഭാഗമേ ഉള്ളൂ. സുകുമാര നന്ദകുമാര വരികരികൾ നീ മോതാൽ എന്നുള്ള ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ പഠിച്ചു വച്ചിട്ട്, അപ്പോൾ അദ്ദേഹം അത് ചെയ്യുമ്പോൾ ക്യാമറ അദ്ദേഹത്തിൻ്റെ മുന്നിലാണ്, ഞാൻ ക്യാമറയ്ക്ക് പുറത്താണ്. അപ്പം ഞാൻ ഈ സ്ക്രീൻ ഇതിൽ വരില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചെയ്യുമ്പോൾ അദ്ദേഹം ഇത് അതിൻ്റെ കൂടെ ഫോളോ ചെയ്ത് ആ ലൈൻ ചെയ്യുന്നതാണ്. അപ്പം ക്യാമറയിൽ അദ്ദേഹത്തിന് മാത്രമേ കാണുള്ളൂ. ഞാൻ ഈ ശ്രീവേഷം കെട്ടിയിരിക്കുകയാണ്. അത് ശ്രീവേഷം കെട്ടിയിരിക്കുകയാണ് ഇതിനു വേണ്ടി ഞാൻ ശ്രീവേഷം കെട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് കാണിക്കുന്നത്. അദ്ദേഹം ശ്രീവേഷം കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഒരു 4-5 ദിവസമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിന്നത്. അതൊരു വലിയ സിനിമയായിട്ട് എൻ്റെ ഒരു ഞാൻ അതിനകത്തൊരു വലിയ പങ്ക് വഹിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒന്ന് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ശിവാജി ഗണേശനോടൊപ്പമുള്ള അങ്ങനെയാണ് സംഭവം. നമുക്ക് അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അത് വർഷം എനിക്ക് തോന്നുന്നു 85 കാലഘട്ടം, എന്തായാലും 90-ന് അടുപ്പിച്ച കാലത്താണ്. യാത്രാമൊഴി എന്ന് പറയുന്നൊരു ചിത്രം ഉണ്ടായിരുന്നു. ശിവാജി ഗണേശനും മോഹൻലാൽ കാണു, തെക്കുറിശി ഉണ്ടെന്ന് തോന്നുന്നു, അവരൊക്കെ അഭിനയിച്ചു. അപ്പോൾ ഇദ്ദേഹം ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞ് അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഇവർ ആ സിനിമാ പ്രവർത്തകർ എല്ലാവരും കൂടി ശിവാജി ഗണേശന് ഒരു വിരുന്നൊരുക്കി ഗോൾഫ് ക്ലബ്ബിൽ കവടിയാറിൽ. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് കഥകളി വെച്ചതാണ്. ഒരു ചാക്യാർ കൂത്തും കഥകളി, മോഹിനിയാട്ടം ഉണ്ട്. ആദ്യം ഗാന്ധിമതി ബാലൻ നിർമ്മാതാവ്, അദ്ദേഹത്തിൻ്റെ മകളുടെയാണ് മോഹിനിയാട്ടം. കുറച്ച് സമയം നിർമ്മാതാവായിരുന്നു അദ്ദേഹം. ഉണ്ടോ ഇല്ലെങ്കിൽ ക്ലിയറില്ല. ഗാന്ധിമതി ഫിലിംസ് എന്നും പറഞ്ഞ നേരത്തെ ചിത്രങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെയാണ് മോഹിനിയാട്ടം. അത് കഴിഞ്ഞിട്ട് മൊഴിക്കുളം കൊച്ചുകുട്ട ചാക്യാരുടെ അദ്ദേഹത്തിൻ്റെ ചാക്യാർ കൂത്ത് കഴിഞ്ഞിട്ട് കല്യാണ സൗന്ദര്യം കഥകളി മാർഗി ആണ് കളിച്ചത്. അപ്പോൾ അദ്ദേഹം കാണാനുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട്, തിക്കുറിശിയുണ്ട്, മോഹൻലാലുണ്ട്, ഇടുപുടി വേണമുണ്ട്, സിനിമാക്കാരെല്ലാവരും ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം ഈ ശ്രീവേഷം കണ്ടിട്ട് നല്ല ഒരു കമൻറ്റ് പറഞ്ഞ ഒരു അനുഭവം സാറിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കല്യാണ സൗന്ദര്യം കഥയിൽ പാഞ്ചാലിയുടെ ഭാഗം ആദ്യം കുറച്ച് സമയം കൊണ്ട് കഴിയും, പിന്നെ വേഷം അഴിക്കാം, അങ്ങനെയാണ് എൻ്റെ രീതി. അപ്പോൾ അദ്ദേഹം ഫോട്ടോ എടുക്കണം. പിന്നെ ഞാൻ ആ കളി കഴിയുന്നവരെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. സാറേ, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ തലമുറയിലെ കുട്ടികൾ, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ, അത് എൻ്റെ ഒരു സംശയമാണ്, പുതിയ തലമുറയിലെ കുട്ടികൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ കടന്നു വരുന്ന കുട്ടികളോട് എന്താണ് സാറിന് അവരോട് പറയാനുള്ളത്? ഇത് 2 തരമുണ്ട്. ഒന്ന് കഥകളി പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നവർ, പിന്നെ ഒന്ന് കഥകളി ആസ്വദിക്കാൻ തയ്യാറാകുന്ന മനസ്സ്. അങ്ങനെയാണ്. അപ്പോൾ രണ്ടാണ്. കഥകളി പഠിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് വരുന്നവർ കുറേ പേരുണ്ട്, ഒരുപാടില്ല, കുറേ പേരേ ഉള്ളൂ. അത് 2 തരത്തിൽ. അത് 2 തരത്തിൽ. കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇത് പ്രൊഫഷണലാക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നവരുണ്ട്. ചിലർ ഇതൊരു ഹോബിക്ക് പഠിക്കുന്നവരുണ്ട്. അവരുടെ യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുക്കുക, അത് മാത്രമേ ഉദ്ദേശം കാണുള്ളൂ. അത് യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ പോകുക, അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, അത്ര ഇങ്ങനെ പഠിക്കുന്നവർ. അല്ലാതെ ഇത് ഒരു ജീവിതമാർഗമായിട്ട് അങ്ങനെ പഠിക്കുന്നവർ കുറച്ച് പേരുണ്ട്. അത് വളരെ കുറവാണ്. ചെറുപ്പക്കാരുണ്ട്, ധാരാളമുണ്ട്. കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ധാരാളമുണ്ട്. അവിടെ സ്കൂൾ പഠനം കൂടി എൻ്റെ കൂടെ നടക്കും. അതുകൊണ്ടാണ് കൂടുതലുള്ളത്. അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഈ ആസ്വദിക്കാനുള്ള യുവാക്കൾ, അതായത് ഒരു 30 വയസ്സിൻ്റെ താഴെ അല്ലെങ്കിൽ 50 വയസ്സിൻ്റെ താഴെ ഉള്ളവരുടെ എണ്ണം പണ്ടും കുറവാണ്, ഇപ്പോഴും കുറവാണ്. ഇതങ്ങനെ ഒരുപാട് പേർക്ക് വന്ന് ആസ്വദിക്കാൻ പറ്റുകയുമില്ല. അങ്ങനെ ഇതിനെക്കുറിച്ചൊരു ധാരണ, മുൻകൂട്ടി ഒരു മുൻധാരണ വേണം. അല്ല, ചില അമ്പലങ്ങളിൽ ഇപ്പോഴും കഥകളി മുടങ്ങാതെ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഉണ്ട് എല്ലാം ഒരുപാടുണ്ട്. മുമ്പൊക്കെ വിളിച്ചാവണ വരെയുള്ള കളികളാണ്. ഇപ്പോൾ അതില്ലായകയില്ല, എങ്കിലും അതിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. രാത്രി 9 മണി മുതൽ രാവിലെ നമ്മളെ മുതാക്കൾ അമൃത ദേവക്ഷേത്രത്തിലൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു കാലഘട്ടം അത് ഇപ്പോഴും ഉണ്ട് അവിടെ. ഇപ്പോഴും അത് നിർത്തിയിട്ടില്ല. നിർത്തിയ അമ്പലങ്ങളും ഉണ്ട്, പുതുതായിട്ട് തുടങ്ങിയ ക്ഷേത്രങ്ങളും ഉണ്ട്. പണ്ടും ഇന്ന് കുറേ കൂടി ഈ മറ്റേ നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റം ഉള്ളത് കൊണ്ട് ഇതിന് കുറച്ചുകൂടി ഒരു പ്രചാരമുണ്ട്. അതെ. ചിലർ കഥകളി കാണാൻ, കഥകളിയെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലെങ്കിലും അവർ പോവുക,
ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഇത് പോസ്റ്റ് ചെയ്യുക. അതെ, പണ്ടൊക്കെ നമ്മൾ പോയി കാണണം, ഇപ്പൊ വീട്ടിൽ കാണാൻ സൗകര്യമുണ്ട്. ഇപ്പൊ യൂട്യൂബിൽ നോക്കിയാലും കാണാം, അല്ലാതെയൊക്കെ മൈലുകൾ താണ്ടി യാത്ര ചെയ്ത് പോകുന്ന കാലഘട്ടം. അങ്ങനെയൊക്കെ ഇപ്പോഴും അങ്ങനെ പോകുന്നവർ ഒക്കെ ഉണ്ട്. വളരെ അകലെയൊക്കെ നല്ല കളികളാണെങ്കിൽ പോകും. അങ്ങനെ ഒരു വിരൽത്തുമ്പിലുണ്ടല്ലോ സാറേ, എല്ലാം അതിനകത്ത് കാണാം. എല്ലാം ഏത് വേണമെങ്കിലും ഇതിനകത്ത് കാണാവുന്ന, അറിയാനും പറ്റും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇതിൽ കൂടെ അറിയാനും കുറേ കാര്യങ്ങൾ അറിയാനും പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഇതിനെക്കുറിച്ച് ഇപ്പം ഈ കാലഘട്ടത്തിൽ ഉണ്ട്. കാണാൻ പ്രേക്ഷകർ കുറവ് ഇതിന് ആരുമില്ല എത്ത അവസ്ഥയില്ല. ഇല്ല. എൻ്റെ മനസ്സിലൊരു മോഹം കഥകളി പഠിക്കുക എന്നുള്ളത്. അത് 15-ാമത്തെ വയസ്സിൽ ഈ കഥകളി പഠിക്കുക എന്ന് പറയുന്ന ഒരു കലാരൂപമാണ്. അത് കഥകളിയാണ്. ജീവിതത്തിന് എത്രമാത്രം സഹായം ആവും എന്ന ആശങ്ക രക്ഷിതാക്കൾക്കുണ്ടാവുന്നത് സ്വാഭാവികമാണ്. കഥകളി പഠിക്കാൻ വേണ്ടിയിട്ട് പോവുക, ഏതാവുക ജീവിതമാർഗമായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഏത് രക്ഷിതാക്കളെയും അലട്ടുന്ന കാര്യം തന്നെയാണ്. അത് ഈ കഥകളി എന്നല്ല, ഏത് കലയായാലും. ഏറ്റവും സമ്പന്നമായ സിനിമ പോലും അവിടെ പിടിച്ചു നിൽക്കാൻ എളുപ്പമല്ല. പക്ഷേ ആ പ്രായത്തിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ഇത് തന്നെയാണ്, അതൊരു ദൈവനിയോഗമാണ്. ഇതിനൊക്കെ പോവുക എന്ന് പറയുന്ന തോന്നലുണ്ടാക്കിയത്, അല്ലാതെ ഒരു സാഹചര്യം ഉണ്ടായിട്ടല്ല. ഒരു പാരമ്പര്യമായിട്ട് അത് അതിനോടുള്ള ഭ്രമമോ അല്ലെങ്കിൽ ഒരു പിന്തുണയോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഭ്രമമോ ഒന്നും ഉണ്ടായിട്ട് തോന്നിയതല്ല. ഒരു ദൈവനിശ്ചയം തന്നെയാണ്. അങ്ങനെ പോയതാണ്. അവിടെ ചെന്ന് ഇന്ന് വരെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ ഇതിൽ നിന്ന് നല്ല അനുഭവങ്ങളല്ലാതെ ഒരു മോശമായ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകണം എന്ന ഒരു അനുഭവവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കിത് പറയാൻ ഉള്ളത്, കഥകളി പഠിച്ചാൽ നശിച്ചു പോകും, ജീവിതം നശിച്ചു പോകും എന്ന തോന്നൽ ആർക്കും വേണ്ട എന്നാണ്. കാരണം ഇത് രക്ഷിക്കും. ഇതങ്ങനെ ഈ കലയെ നമ്മൾ വിശ്വസിച്ചാൽ ഇതിനെ നമ്മൾ വിശ്വസിച്ചാൽ അത് നമ്മളെ രക്ഷിക്കും. അത് പറയുമല്ലോ, ഇപ്പോൾ ഈശ്വര ചിന്ത, ഈശ്വരനെ മുറുകെ പിടിച്ചാൽ, ദൈവത്തിനെ മുറുകെ പിടിച്ചാൽ രക്ഷിച്ചു കൊള്ളും, ദോഷം വരില്ല എന്ന് വിശ്വാസം രക്ഷിക്കുന്ന വാക്കുണ്ടല്ലോ. ഇതങ്ങനെയാണ്. പിന്നെ നമുക്കൊരു അതിമോഹം, ഇതിൽ നിന്ന് കിട്ടുന്നത് പോലെ എനിക്ക് വലിയ സമ്പന്നമായ അവസ്ഥയിലേക്ക് എത്തണം, അങ്ങനെയുള്ള അതിമോഹം ഇല്ലാതിരുന്നാൽ നമുക്ക് കിട്ടുന്നത് വലുതാണ് എന്നുള്ള മോഹം എന്നുള്ളത്, അതുകൊണ്ട് തൃപ്തിയാണ് എന്ന് തോന്നലുണ്ടെങ്കിൽ നമുക്കൊരു കാലത്തും ഒരു ദോഷവും സംഭവിക്കില്ല. പിന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളയാതെ പ്രയോജനപ്പെടുത്തുക. അതൊക്കെ പിന്നെ ഒരു ഈശ്വരാധീനം തന്നെ വേണം. ഇതിനൊരു വേഷം എന്ന് പറയുന്നത് ഒരു ആകർഷകത്വമുള്ള വേഷമാണ്. ഈ കഥകളിയുടെ ഏത് വേഷം നോക്കിയാലും, പ്രത്യേകിച്ച് സ്ത്രീവേഷത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചിലപ്പോൾ പലരും ഈ വേഷം കെട്ടിയാൽ അയാളിൽ അതുവരെ ഇല്ലാത്തതായ ഒരു സൗന്ദര്യം അയാൾ വന്നു ചേരുന്ന അതൊരു ഈശ്വര ദത്തമാണ്. അല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. അത് പഠിച്ചെടുക്കാം. ഈ കല നമുക്ക് പഠിച്ചെടുക്കാം, ചെയ്യാം. പക്ഷെ അയാളിലുള്ള ഒരു ആകർഷകത്വം ഉണ്ടല്ലോ, അത് ദൈവമായിട്ട് കിട്ടുന്ന ഒന്നാണ്. അത് നമുക്ക് ഉണ്ടാക്കാൻ ഒക്കുന്നതല്ല. സാർ നേരത്തെ പറഞ്ഞ നമ്മളെ വാനപ്രസ്ഥം സിനിമയിലെ ആ ഒരു കഥ നമുക്ക് ഇതിലെടുക്കാമല്ലോ. ഇപ്പോൾ സുഹാസിനി ആ ഒരു ഇത് കണ്ടിട്ടാണ് ആ സ്ത്രീവേഷം ചെയ്താലെന്ന് അവർ. അതെ. അപ്പോൾ അതൊക്കെ ഒരു ഈശ്വരാധീനം കൊണ്ട് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള, ഞാൻ ഇതിൽ നിന്ന് എൻ്റെ ഒരു സങ്കല്പിക്കാനൊക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ. ഒന്ന് സൗഹൃദം, വലിയ സൗഹൃദങ്ങൾ, വലിയ ആൾക്കാരുടെ ആയിട്ടുള്ള സൗഹൃദങ്ങളുണ്ടാവും. വിദേശയാത്രകൾ ഞാൻ കണക്കാക്കി മിക്ക കഥകളിക്കാർക്കും ഇത് പറയാനുണ്ടാവും. എൻ്റെ ഒരു 55 തവണയെങ്കിലും ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. 85 രാജ്യങ്ങളിൽ പോയിട്ടില്ല. ഒരു 25 രാജ്യങ്ങളിലേ പോയിട്ടുള്ളൂ. പക്ഷേ ഇത് 55 തവണ പോയിട്ടുണ്ട്. അതായത് ഒരു രാജ്യത്തിന് പല തവണയും പോയിട്ടുണ്ട്. അത് നമുക്ക് വിചാരിക്കാൻ പറ്റുന്നതല്ല, സങ്കല്പിക്കാൻ പറ്റുന്നതല്ല. ഇത് അവിടെ പോവുക,
അവിടെ ഈ പെർഫോമൻസ് ചെയ്യുക, അവിടെയുള്ള ആൾക്കാർ നമ്മളെ കാണുക, നമ്മളെ അറിയുക, അതെ അതെ അവരുടെ ആ പ്രതികരണം, അവരുടെ സന്തോഷം നമ്മളോട് പറയുക, അവരുടെ ജീവിതം നമ്മൾ കാണുക, അവിടുത്തെ സംസ്കാരം നമ്മൾ കാണുക, അവിടുത്തെ ഭക്ഷണ രീതി നമ്മൾ അറിയുക. ഇതൊക്കെ ഒരു വലിയ കാര്യങ്ങളാണ്. ഇത് സാമ്പത്തികമായും നേട്ടമുണ്ടാകും, അല്ലാതെയും നമുക്കൊരു വലിയ ജീവിതത്തിനൊരു മാറ്റമല്ലേ സാർ? അങ്ങനെയൊക്കെ ഒരു അതൊക്കെ ഒരു സൗഭാഗ്യമാണ്, അത് വളരെ സുഹൃതമാണ്. പിന്നെ ഈ കിട്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങളെന്ന് പറയുന്നത് ഇപ്പം കേന്ദ്ര സംഗീത നാടക അക്കാദമി, അത് രാഷ്ട്രപതി തരുന്നൊരു അവാർഡ്. അതാണ് ആ ഫോട്ടോ. അത് 2023 അത് ഏറ്റവും അത് എല്ലാ വർഷവും ഒരു കലാകാരനെ കഥകളി മേഖലയിൽ നിന്ന് പല കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റാണ് അതുകൊണ്ടല്ലോ രാഷ്ട്രപതി തരുന്നത്. അത് കിട്ടിയത് ചെറിയ കാര്യമല്ല. പിന്നെ അതേമാതിരി കേരള ഗവൺമെൻറ്റിൻ്റെ കേരള കലാമണ്ഡലം അവാർഡ്, അത് കേരള സർക്കാരിൻ്റെ സംഗീത നാടക അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, അങ്ങനെ നിരവധി പ്രോത്സാഹനങ്ങൾ നമ്മളെ ഈ രംഗത്ത് പിടിച്ചു നിർത്താനും വേണ്ടി നമ്മളെ മികവ് കൊണ്ടാണെന്നല്ല എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ രംഗത്ത് വിട്ടുപോകാതെ നമ്മളെ ഈ രംഗത്തെ പിടിച്ചു നിർത്തണം. അതിന് വേണ്ടത് എന്താണ്? പ്രോത്സാഹനമാണ് ആവശ്യം. അംഗീകാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന മാനസികമായ ഒരു ഉത്തേജനമുണ്ടല്ലോ, ഒരു സപ്പോർട്ടുണ്ടല്ലോ, അതാണ്. അല്ലാതെ ഇപ്പോൾ ഏറ്റവും മികച്ച ആളാണ് എങ്ങനെയാണെങ്കിൽ കിട്ടേണ്ട കാര്യമില്ല. എന്നെക്കാൾ മികച്ച ആൾക്കാരുണ്ട്, ധാരാളമുണ്ട്. അപ്പോൾ അതല്ല, നമുക്ക് ദൈവമായിട്ട് നിശ്ചയിക്കുന്നു ഇത് ഇയാളെ പ്രോത്സാഹനം കൊടുത്ത് ഈ രംഗത്ത് നിർത്തണം, ആവശ്യമാണ് എന്നുള്ള ഒരു ഈശ്വര നിയോഗം കൊണ്ടൊക്കെയാണ് ഇതൊക്കെ സാധ്യം ആയത്. അതൊക്കെ ജന്മ സുഹൃതങ്ങളിൽപ്പെട്ട ഒക്കെ തന്നെയാണ്. സാറ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സാർ. കാര്യം കൂടുതൽ കാര്യങ്ങൾ നമുക്കും അതല്ലെങ്കിൽ ഇത് കാണുന്ന ഓരോ പ്രേക്ഷകരും സാറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സാറിൻ്റെ വിലപ്പെട്ട സമയം കുറച്ച് നേരങ്ങൾ ഞങ്ങൾ തന്നതിന് ഒരുപാട് നന്ദി, സ്നേഹം സാർ. ആയിക്കോട്ടെ, വളരെ സന്തോഷം. നിങ്ങൾ ഇതിൽ എന്നെ കൂടി ഉൾപ്പെടുത്തി എൻ്റെ വാക്കുകൾ കേട്ടു, അതിനുള്ള അവസരം കിട്ടിയതിലും വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ആവട്ടെ, വളരെ വളരെ സന്തോഷം.